സുനെ. ഹായ് ഉണ്ണി. ഹായ് ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്ലീനിങ് വീഡിയോ തന്നെയാണ്. അപ്പോൾ ഞാൻ വീക്കെൻഡിൽ നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ എൻ്റെ സാധാരണ വീക്കെൻഡിൽ ചെയ്യുന്ന ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വ്ളോഗിൽ. അപ്പോൾ നമ്മൾ വീക്കെൻഡ് നമുക്ക് നമ്മുടെ റൂമൊന്നും വലിയ കാര്യമായിട്ട് വൃത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഓൾറെഡി എല്ലാ ദിവസവും ഇപ്പോഴും ക്ലീൻ ചെയ്യില്ല റൂം. കാരണം നമ്മൾ വല്ലപ്പോഴും ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് അവിടേക്ക് പോവുക. പിന്നെ ചേട്ടൻ എവിടെയാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്, അതാണ് മെയിൻ ഒരു പ്രശ്നം. ചേട്ടൻ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചേട്ടൻ ഇതുപോലെ സാധനമൊന്നും അടക്കി ഒതുക്കൊന്നും വെക്കില്ല. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് പറ്റില്ല അതൊന്നും ഒതുക്കാനൊന്നും. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നൊരു ദിവസമാണ്, നൈറ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ക്ലീൻ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീനിങ് വീഡിയോ കാണാം. അതിനൊപ്പം തന്നെ സ്വർണ്ണൂരിന് ചെറിയൊരു സർപ്രൈസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. വേഗം ക്ലീനിക്ക് കിടക്കട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ പോകും, പിന്നെ അച്ഛനും മോളാണ്ട് ലാസ്റ്റ് പോകുന്നത്. അപ്പോൾ അതാണ് ആ ബെഡ് അങ്ങനെ കിടക്കുന്നത്. പിന്നെ എന്താ ചേട്ടൻ ജോലി ചെയ്ത ആ ടേബിളിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇതിവിടെ സ്ഥിരമാണ്. അപ്പോൾ നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓൾറെഡി തലേദിവസം ബെഡ്ഷീറ്റൊക്കെ മാറ്റിയതാണ്. അപ്പോൾ എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് മാറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊന്നും മാറ്റുന്നതിൻ്റെ പകരം ഒന്ന് കുടഞ്ഞ് വിരിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് കുടഞ്ഞൊന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ ഉറങ്ങാൻ വേണ്ടി നൈറ്റ് മാത്രം അവിടേക്ക് പോകുള്ളൂ. രാവിലെയൊക്കെ തിരുക്കുട്ടി ഉറങ്ങാൻ അടിയിലുള്ള ബെഡ്റൂമിലാണ്. അപ്പോൾ നിറച്ച് പില്ലോസാണ് കേട്ടോ. അപ്പോൾ പില്ലോസ് ചേട്ടനുള്ളത് തിരുക്കുട്ടിക്ക് തന്നെ വേണം 2-3 പില്ലോസ്. അപ്പോൾ അവൾ ചുറ്റും വയ്ക്കാനൊക്കെ കേട്ടോ. എങ്ങനെ പുറത്തേക്ക് വീഴണ്ടാന്നൊക്കെ വെച്ചിട്ട് ഞാൻ പില്ലോസുകൾ ചുറ്റും വയ്ക്കും. അപ്പോൾ അത്രയും പില്ലോസ് നമ്മുടെ ബെഡിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ ചുമരിൽ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതിപ്പോൾ നമ്മൾ ചേട്ടന് ഞാൻ ഒരു ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് പോലെ ചെയ്ത് കൊടുത്തതാണ്. പിന്നെ അത് അവിടെ അങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓരോ ബലൂൺസ് കുട്ടിക്ക് ആനിമൽസിൻ്റെ ഭയങ്കര ഇഷ്ടമായ കാരണമാണ് ഞാൻ അങ്ങനെ ഒരു പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ പോയിട്ട് അപ്പോൾ ചുമര് അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തികേട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പുതപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. ചേട്ടന് പുതപ്പ് മസ്റ്റാണ്. പുതപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ഇതാ ഒരു വിധത്തിൽ നമ്മൾ ബെഡൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചേട്ടൻ്റെ ആ വർക്ക് ചെയ്യുന്ന ഏരിയ ഒന്ന് കറക്റ്റ് ആക്കണം. എന്താ കണ്ടോ, എല്ലാം ഇങ്ങനെ കുറച്ച് വയസ്സ് ഇങ്ങനെ കൂടി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് അലർജിയാണ്. പറ്റുമ്പോൾ ഞാനത് ഒതുക്കി വെക്കും, പക്ഷേ പിന്നീട് അതുപോലെ തന്നെയാവും. അപ്പോൾ ഇതാ ചേട്ടൻ ചായ കുടിച്ച ഗ്ലാസ്, എന്തൊക്കെയോ സ്നാക്സ് തന്ന പാത്രങ്ങളൊക്കെ അങ്ങനെ ഇരിക്കാനുണ്ട്. അത് അവിടെ തന്നെ ഇരിക്കും. നമ്മളെടുത്ത് മാറ്റില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വയസ്സൊക്കെ ഒന്ന് മാറ്റി ഷീറ്റ് വിരിക്കാനുണ്ടായിരുന്നു. കാരണം ഷീറ്റിൽ തല അടുക്കായിട്ട് ഞാൻ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വിരിക്കണം. അപ്പോൾ ഞാൻ വയസ്സൊക്കെ മാറ്റി എന്നിട്ടൊരു തുണി എടുത്തിട്ട് നമ്മൾ ടേബിളൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഷെൽഫിൻ്റെ ഉള്ളിൽ ഗിറ്റാറാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു ഇതുപോലെ എന്തോ ഒരു മോഹത്തിൻ്റെ പേരിൽ വാങ്ങിച്ചാണ് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അത് നടന്നേ ഇല്ല. കല്യാണം കഴിഞ്ഞ ടൈമിൽ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതൊരു ഷെൽഫിൽ ഒരു ഭംഗിക്ക് ഒരു ഷോ പീസ് ആയിരിക്കുകയാണ്. അപ്പോൾ അത് കുട്ടിയുടെ ചില മരുന്നുകൾ വയ്യാണ്ടിരുന്നപ്പോൾ ഉള്ള കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കാലുകുപ്പികളൊക്കെ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു, ബാക്കി അവിടെ വെച്ചു കേട്ടോ. പിന്നെ ഷെൽഫൊക്കെ ഒന്നും വളരെ കാര്യമായിട്ടൊന്നും ഞാൻ തുടച്ചില്ല. കാരണം അതിന് തന്നെ ഒരു പണിയുണ്ട്. ഇപ്പോൾ നൈറ്റായില്ലേ, അപ്പോൾ അത്രയും നേരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊടിയാകെ പറക്കും. അത് കാരണം ഒന്ന് ഇത് ചെറുതായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയുള്ളൂ കേട്ടോ. നല്ല വിശദീകരിച്ച് പിന്നെ ഒരു ദിവസം തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ടേബിളിൻ്റെ ഏരിയ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജനലിൻ്റെ ആ ഏരിയസൊക്കെ ഒന്ന് തുടയ്ക്കാനാണ് കേട്ടോ. ചിലപ്പോൾ പൊടി ഉണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത് കർട്ടൻസൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും കർട്ടൻസ് ഒന്നും കഴുകില്ലല്ലോ. അപ്പോൾ അത് മുന്നേ കഴുകാൻ ഇനിയിപ്പോൾ നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് എടുത്ത് കഴുകണം. അപ്പോൾ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ ഇതാണ് നമ്മൾ ടേബിൾ ഷീറ്റൊക്കെ വിരിച്ചിരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് എടുക്കാം, വൈറ്റ് കളറായ കാരണം. അപ്പോൾ ഞാൻ അലക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് അതിനിപ്പോൾ വിരിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ തന്നെ ഇത് വിരിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് എടുക്കാം കേട്ടോ. പണ്ടുള്ള ചേട്ടൻ ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ആവും. അപ്പോൾ കുറച്ച് കാലം ഞാൻ ഷീറ്റിലാണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എന്നിട്ടാലും ഇതിൽ അഴുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാലം ഇടാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ക്ലീൻ ചെയ്യില്ല. അത് കാരണം കേട്ടോ ഞാൻ ഭംഗിക്ക് വേണ്ടി ഇട്ടത്. 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും അതിലിങ്ങനെ പൊടി പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ ചേട്ടൻ വെള്ളം കുടിക്കുന്ന കുപ്പിയാണ് കേട്ടോ ജോലി ചെയ്യുമ്പോൾ. പിന്നെ ചേട്ടൻ്റെ ഓരോ ലാപ്ടോപ്പിൻ്റെ ചാർജേഴ്സ്, അതുപോലെ തന്നെ മൊബൈൽ ചാർജേഴ്സൊക്കെ ഉണ്ട്. ഒക്കെ ഇനി കെട്ടുപടഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജറുണ്ട്, ചേട്ടൻ്റെ ഫോണിൻ്റെ ചാർജറുണ്ട്. അപ്പോൾ അതാ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസത്തേക്ക് തന്നെ ഉണ്ടായിരിക്കുള്ളൂ. 2 ദിവസത്തേക്കല്ല, നാളെ രാവിലത്തേക്ക് ഇത് ഇങ്ങനെ നിൽക്കുള്ളൂ. നാളെ പിന്നെയും ഇത് പഴയ പോലെ ആവും.
അപ്പോൾ പറ്റുന്ന സമയമൊക്കെ തന്നെ അടുക്കി പറക്കി വെക്കാം. ഇതെനിക്ക് അടുക്കി പറക്കി വെക്കൽ കുറച്ച് കൂടുതലാണ്. കിട്ടുന്ന സമയം ഇപ്പോൾ കുറവാണെങ്കിലും ഞാനത് ചെയ്യും. അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ അതെങ്ങനെ വെച്ചിട്ടും വയറിരിക്കുന്നതിന് ഒരു അടക്കം ഒതുക്കം തോന്നാത്ത കാരണം ഞാനത് പല രീതിയിൽ മാറ്റി മറിച്ചൊക്കെ വെച്ച് നോക്കി. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതായത് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റേതായിട്ടൊരു ഇതിൽ തന്നെ ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ധ്രുവക്കുട്ടിക്ക് നൈറ്റ് പാലൊക്കെ കലക്കണം. അപ്പോൾ അതിനുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ നൈറ്റ് ഇതിപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ ഒരു കവറിലിട്ട് കൊണ്ടുവരും കേട്ടോ. രാവിലെ ആകുമ്പോൾ തിരിച്ച് കൊണ്ടുപോകും. അതുപോലെ അവൾക്കുള്ള ഡയപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഈ കവറിട്ടുകൊണ്ടാണ് കൊണ്ടുവരിക. അപ്പോൾ ആ ധ്രുവക്കുട്ടിക്ക് സ്റ്റിക്കേഴ്സിലെ ആനിമൽസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആനിമൽസിനെ കുറച്ച് ഡെക്കറേഷൻസിനായിരുന്നു. അപ്പോൾ അത് ഞാൻ വേസ്റ്റ് ചെയ്യണ്ടല്ലോ, അത് കളയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ നമ്മുടെ റൂമിൻ്റെ വാളിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ പിന്നെ അവൾ കളിച്ചിട്ടും കീറിയിട്ടൊക്കെ പോയി. അപ്പോൾ ഇപ്പം എപ്പോഴും കീറി പോയ സാധനങ്ങൾ നോക്കിയിട്ട് എപ്പോഴും വിഷമം പറയും. അയ്യോ കാണാതെ എന്ന് മറ്റു വിഷമം പറയും. അപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു കളിക്കുടുക്കയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പിക്ചർ ലയൻ്റെ പിക്ചർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഓൺലൈനിൽ നിന്ന് കുറച്ച് പിക്ചേഴ്സ് വാങ്ങിച്ച് ഒട്ടിക്കാം, അപ്പോൾ ഹാപ്പി ആവുന്നു. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി പണ്ടുണ്ടായിരുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ പിക്ചേഴ്സിൻ്റെ ഒക്കെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കീറിക്കളയാൻ നോക്കുകയാണ് കേട്ടോ. പക്ഷേ ഭയങ്കര തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പറ്റാവുന്നതൊക്കെ ഞാൻ പറിച്ചെടുത്തു. അപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഈ പണ്ടുണ്ടായിരുന്ന ഈ ഫോട്ടോസിൻ്റെ ഒപ്പം തന്നെ ഇത് പിക്ചർ ഒട്ടിക്കാം. അപ്പോൾ അവിടെ ഞാൻ പുതിയ കളിക്കുടുക്കയിൽ നിന്ന് ഒട്ടിച്ചിട്ടുള്ള ഒരു സിംഹമുണ്ട്. അപ്പോൾ അതിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കിയൊക്കെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചേട്ടാ. പക്ഷേ ഒരു ബുദ്ധിമുട്ട് പറ്റിയെന്താ വെച്ചാൽ ഓരോ പിക്ചേഴ്സും ഇതിൽ ഓരോ പിക്ചറിൻ്റെ കണ്ടിന്യൂഷൻ പോലെ. അപ്പോൾ ചില പിക്ചേഴ്സിൻ്റെ ബാക്കി മറ്റേ പിക്ചറിലുള്ളത്. അപ്പോൾ ഞാൻ ഒട്ടിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ നൈസായിട്ടൊന്ന് മാറ്റിയിട്ട് ഞാൻ ഇപ്പുറത്തെ വാളിലേക്ക് മാറ്റി ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് മറ്റ് പഴയ ചിത്രങ്ങളുടെ ഒക്കെ ചില ഭാഗങ്ങളൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിന് മേലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു വൃത്തികേട് മാറി കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും പ്ലാൻ ചെറുതായി ഫ്ലോപ്പായ സ്ഥിതിക്ക് ഞാൻ ഇപ്പുറത്തേക്ക് എൻ്റെ പ്ലാൻ ബിയിലോട്ട് കടന്നു. അപ്പോൾ ഇവിടെ ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലൊരു പ്ലാനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ രീതിയിൽ ഞാൻ ചില അറേഞ്ച്മെൻറ്റൊക്കെ വരുത്തിയിട്ട് നമുക്ക് നമ്മുടെ സ്പേസിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ പിക്ചേഴ്സ്. കാര്യം പിള്ളേരൊക്കെ ഉള്ള സ്ഥലത്ത് നല്ലതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതൊരു കുട്ടിക്ക് ഇങ്ങനത്തെ പിക്ചേഴ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതാകുമ്പോൾ പറഞ്ഞു പോയാലും വലിയ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വാളിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മറ്റേത് ഞാനിതുപോലെ പശ വെച്ചൊന്ന് ഒട്ടിച്ചതാണ്. അപ്പോൾ അത് കാരണമാണ് അത്ര വൃത്തികേടായിട്ട് അവിടെ കിടക്കുന്നത്. ഇനി അതെന്തെങ്കിലും ചെയ്യണം, അത് മറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ എന്തായാലും ടൈമില്ല. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച ശേഷം പിന്നെ ഇപ്പോൾ തുടയ്ക്കൽ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ തുടച്ചത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം തുടയ്ക്കുന്നത് നല്ലത്. അപ്പോൾ എല്ലാം പൊടിയൊക്കെ വീഴുകയാണെങ്കിൽ അപ്പോൾ ലാസ്റ്റ് ഇത് പൊക്കോളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും വരുന്ന സ്ഥലമല്ല. പക്ഷേ ചേട്ടൻ വർക്ക് ചെയ്തിരിക്കുന്ന കാരണം ചേട്ടൻ ഓരോ സ്നാക്സൊക്കെ കഴിക്കണം. കാരണം അതിൻ്റേതായിട്ടുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ഫ്ലോറിലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും എപ്പോഴും തുടയ്ക്കുന്ന സ്ഥലമല്ല. ഞാനിപ്പോൾ ഒരാഴ്ചയിൽ 2 വട്ടമൊക്കെയാണ് അല്ലെങ്കിൽ ഇവിടെ തുടയ്ക്കുള്ളൂ. അപ്പോൾ നന്നായി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മൾ കട്ടിലിൻ്റെ അടിയിൽ ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അത് നമുക്ക് കുറേ സാധനം എന്ന് പറയുന്നത് ദുർക്കുട്ടിയുടെ പഴപഴയ ഓരോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്റ്റോറേജ് നമുക്ക് എവിടെയും വെക്കേണ്ടതൊന്നും. അപ്പോൾ നമ്മൾ കുറേയൊക്കെ കട്ടിലിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. എന്നാലും അധികം പൊടികളൊന്നും ഇല്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വലിയ പൊടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നൈറ്റായ കാരണം അതൊന്നും വലിയ ഇളക്കിയൊന്നും ക്ലീൻ ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഒക്കെ ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ധ്രുവക്കുട്ടീനെ കൊണ്ടുവരണം. അപ്പോൾ ധ്രുവക്കുട്ടി തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റൂമിലായിരുന്നു. അപ്പോൾ ആ നേരത്താണ് ഞാനിപ്പോൾ ഈ ക്ലീനിങ്ങൊക്കെ നടത്തി സമയം കിട്ടിയത്. ഇനി ഉറങ്ങാൻ ഞങ്ങൾ ഇവളെന്നെ കൊണ്ടുവരണം. അപ്പോൾ അവളെന്നെ കൊണ്ടുവരികയാണ് കേട്ടോ. ഞാനിപ്പോൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവളുടെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് റേറ്റ് ഇടാണ്. അപ്പോൾ അവളുടെ റിയാക്ഷൻ കാണാം. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് കുറേ നേരത്തേക്ക് ഭയങ്കര ഹാപ്പി. ഉറങ്ങാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതിനെ കണ്ടിട്ട്. അപ്പോൾ അത്രയും സന്തോഷമായി. ഇപ്പം ഞാൻ വിചാരിച്ച കാര്യം നടന്നു. ഞാൻ അവളെ ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അപ്പോൾ എനിക്ക് സന്തോഷം.
പൂമ്പാറ്റ ഓ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെയും ബൈ.